ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റാഗി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വേഗൻസിനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് റാഗിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടാക്കി എടുക്കണം. 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാനിതാ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലിട്ട് മാറ്റാം. ഇനി അതേ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് 2ആയി നുറുക്കിയതാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുള്ളത്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ഇനി ഒരു നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഈ പഴം മിക്സ് വെച്ച് നമ്മൾക്ക് ഈ റാഗി പൊടി ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായി ഈ പഴം മിക്സും ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. ഈ പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റാഗി മിക്സ് നല്ല സോഫ്റ്റ് ബോളായിട്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ ഞാൻ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലോ നെയ്യോ തടവി കൊടുത്താൽ മതി. ഞാൻ കുറച്ച് നെയ്യ് ഇതവിടെ കയ്യിൽ തടവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ ബോൾസ് ഉണ്ടാക്കിയിട്ട് അത് ഒരു ഫോർക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. സാധാരണ ചെറിയൊരു ബോൾസ് ആക്കിയിട്ടും എടുക്കാം കേട്ടോ. ഞാനിത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ ബോൾസാക്കി എടുക്കുന്നുണ്ട്. കഴിയുന്നത്ര ചെറിയൊരു ബോൾസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ കഴിക്കുമ്പോഴും ചെറിയ ബോൾസ് തന്നെയാണ് കേട്ടോ നമുക്ക് ടേസ്റ്റിയായി തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനെല്ലാം തന്നെ ഇതായതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതൊന്ന് ഇതേപോലെ പരത്തിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. 1 കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരവിയതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ആയാലും മതി. ഇനി ഇതിലേക്ക് തന്നെ ഇതൊഴിച്ച് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവാനായി വെക്കാം. ഇപ്പോൾ ഇത് തേങ്ങാപ്പാൽ കുറച്ചൊന്ന് ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ ബോൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ. തിള വരുന്നതിന് മുന്നേ നമ്മൾ ഇളക്കാൻ പാടില്ല. തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ മെല്ലെ മെല്ലെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിയിൽ പിടിക്കാതെ നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ ഓൾറെഡി റാഗി ഒന്ന് വറുത്തിട്ടൊക്കെ എടുത്തതാണല്ലോ. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര പാനിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കര പാനി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ശർക്കര പാനി വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ തേങ്ങയും അണ്ടിപ്പരിപ്പുള്ള ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് ഇതുപോലെയുള്ള റാഗി റെസിപ്പി പരീക്ഷിച്ചാൽ കുട്ടികൾക്ക് കൂടി വളരെ ഇഷ്ടമാവും.